ഹലോ എവറി വൺ. സോ വെൽക്കം ബാക്ക് ടു ബിസി ടോക്സ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ACCA കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണ്. ഓൾറെഡി നമ്മൾ CMA കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്കിംഗ് പ്രൊഫഷണൽസിനെയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദിസ് ടൈം വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ആൻ ACCA അഫിലിയേറ്റ്. വെൽക്കം മിസ്റ്റർ അൻസാർ. Yeah, thank you, thank you. Yeah. സോ നമുക്ക് ACCA പറ്റിയിട്ടുള്ള കുറച്ചൊരു ഇൻഡെപ്ത് ആയിട്ടുള്ള വ്യൂ ആണ് മെയിൻലി ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഒരുപാട് വീഡിയോസ് പല ഭാഗത്തു നിന്നും ഇപ്പൊ ACCA എന്താണെന്നും കോഴ്സിന്റെ സ്ട്രക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. 13 പേപ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ പഠിച്ച ഒരാളുടെ ഭാഗത്ത് നിന്ന് അതിന്റെ ഒരു എക്സ്പീരിയൻസും അതിന്റെ ഒരു ആഫ്റ്റർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ശേഷമുള്ള ഒരു ലൈഫിനെ പറ്റിയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ് നമ്മൾ നോക്കുന്നത്. സോ അത് തന്നെ ഞാൻ ചോദിക്കാം. ഇപ്പൊ അൻസാർ ഓൾറെഡി ഡിഗ്രി കംപ്ലീറ്റഡ് ആണ്, ACCA അതെ കംപ്ലീറ്റഡ് ആണ്, വർക്ക് അതെ ചെയ്യുന്നുണ്ട്. സോ അതെ ACCA സെലക്ട് ചെയ്യാനുള്ള ഒരു റീസൺ ആയിട്ട് ചോദിച്ചാൽ എന്ത് പറയും ആ ഒരു ടൈമിൽ? ഞാനൊക്കെ ഒരു 2020 ടൈമിൽ നമ്മുടെ കൊറോണ ടൈമിലൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ അതിന് മുന്നേ തന്നെ നമുക്ക് ACCനെ കുറിച്ച് അറിയാം. ഞാനൊക്കെ ഒരു +2 കഴിയുന്ന സമയത്ത് തന്നെ അന്നത്തെ ടൈമിലാണ് കുറച്ചും കൂടെ സ്റ്റുഡൻസിലോട്ടൊക്കെ ഈ നമ്മുടെ CA CMA അതുപോലെ അന്ന് ഒരു ഒന്ന് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൊണ്ടുവന്നൊരു സാധനമാണ് ACCA എന്ന് പറയുന്നത്. അപ്പൊ ഞാനത് കൂടുതലായിട്ട് അന്നത്തെ കാലത്ത് അന്വേഷിച്ചു. അന്നൊക്കെ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിക്കാർക്ക് അഫോർഡബിളും ആയിരിക്കണം, പെട്ടെന്ന് ജോലി കിട്ടണം. അന്നത്തെ ഒരു സെറ്റപ്പ് അങ്ങനെ. ഡിഗ്രി കഴിഞ്ഞ് കുറെ കാലം നമുക്ക് സ്പെൻഡ് ചെയ്യാനൊന്നും കാണത്തില്ല. പെട്ടെന്ന് ജോലി കിട്ടാൻ വേണം, എന്നാൽ അധികം ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റത്തില്ല. പിന്നെ നമ്മുടെയൊക്കെ ഒരു അക്കാഡമിക് അനുസരിച്ചിട്ട് അത്യാവശ്യം പാസ്സാവാൻ, റിസ്ക് ഇല്ലാതെ പാസ്സാവും കൂടെ വേണമല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു 2-3 ക്രൈറ്റീരിയ നോക്കിയിട്ടാണ് അന്നത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ ACCയെ ചൂസ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടെ ബാക്കിയുള്ള CA മറ്റുള്ള CMA ഇന്ത്യൻ പ്രൊഫഷണൽ കോഴ്സുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഗ്രൂപ്പ് സിസ്റ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കതൊരു സേഫ് പോയിന്റ് ആയിട്ട് തോന്നുകയും ചെയ്തു. പിന്നെ ബിഗ് ഫോർ കമ്പയർ എക്സ്പോഷർ, ഇന്ത്യൻ കോഴ്സുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെ? യെസ്, സോ അത് കാരണം ACCA ACCA സെലക്ട് ചെയ്തു. എപ്പോഴും നമ്മുടെ ചാനലിലാണെങ്കിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് ഈസി ആണോ ടഫ് ആണോ? സോ ഇത് പഠിച്ച് പാസ്സായ ഒരാളെന്നുള്ള ഒരു പെർസ്പെക്റ്റീവില് എനിക്കറിയുന്നൊരു ഉത്തരം എന്താണെന്നുള്ളത്, ബട്ട് ഒരു പഠിച്ച ആളെന്നുള്ള രീതിയിൽ ഒന്ന് പറയാമോ ഇതിന്റെ ഒരു അത് കോമ്പറ്റീറ്റീവ് നേച്ചർ എത്രത്തോളം? അത് നമുക്ക് കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ഇത് ഒരാൾക്ക് ഈസി ആവുന്നതിലും ടഫ് ആവുന്നതിലും. കാരണം ഇപ്പോ ഒരു പഠിക്കാത്ത ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ കുറെ അധികം എഫേർട്ട് ഒന്നും ഇടാത്ത സ്റ്റുഡന്റ്, പക്ഷേ പുള്ളിക്കാരൻ വന്നിട്ട് എക്സാം ടൈമിൽ ചിലപ്പോൾ ഒരു സ്മാർട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻസ് മേ ബി കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യും. ഈവൻ കൂടുതൽ സിലബസ് പഠിക്കാതെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വരുന്ന സമയത്ത് ACCയിൽ പെട്ടെന്ന് പാസ് ആവുന്ന ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, കാരണം ACCയെ ടഫ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതലായിട്ട് എന്താ പറയാ, ഒരു പോയിന്റ് ടു പോയിന്റ് അപ്രോച്ച് ആണ്. അല്ലാണ്ട് ആവശ്യമില്ലാണ്ട് കുറെ തിയറിയോ അല്ലെങ്കിൽ ആവശ്യമില്ലാണ്ട് കുറെ സിലബസോ ആവശ്യമില്ലാണ്ട് കുറെ ബൈ ഹാർട്ട് പഠിപ്പിക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. അപ്പൊ എന്താ വെച്ചാൽ ഇത് ബൈ ഹാർട്ട് ഒക്കെ പഠിച്ച് അങ്ങനെ പാസ്സായി വരുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ചിലപ്പോൾ ടഫായി തോന്നും. കാരണം അവർക്ക് ചിലപ്പോൾ കാരണം ഇവിടെ പാസ്സാവാൻ കുറെ ബൈ ഹാർട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ തിയറി പാർട്ടിന്റെ ആവശ്യമല്ല വേണ്ടത്. ഓക്കെ, ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രോപ്പർ ആയിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരാൾക്കാരുണ്ടാവുമല്ലോ, അവര് കാര്യങ്ങൾ കോൺസെപ്റ്റൽ എങ്ങനെ ലേണിംഗ് ആണ് അതിനകത്ത് കോൺസെപ്റ്റൽ മെയിൻ ലേണിംഗ് ആയിട്ട് ആണ് വരുന്നത്. വരുന്നത്. ഓക്കെ, മോർ ദാൻ ഈ ബൈ ഹാർട്ടിങ് ആൻഡ് അതർ തിങ്സ്. അപ്പോ അതാണ് സ്റ്റുഡൻസിന് ഇത് ടഫ് ആക്കുന്നതും ഈസി ആക്കുന്നതും. അവരെങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, സ്റ്റുഡൻസ് ഈ ഒരു ACCA എന്ന് പറയുന്ന പേപ്പർ അല്ലെങ്കിൽ ACCA പേപ്പേഴ്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പേപ്പേഴ്സിനെ ടഫ് ആക്കുന്നതും ഈസി ആക്കുന്നതും. ഒരു സ്റ്റുഡന്റ് ഇത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി, സാർമാർ എടുക്കുന്ന ക്ലാസ്സുകൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കിയിട്ടാണ്, ഓക്കെ, കൺസെപ്റ്റൽ ക്ലാരിറ്റി വരുത്തിയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അവർക്ക് എല്ലാ പേപ്പേഴ്സും വളരെ ഈസി ആയിരിക്കും. സോ അൻസാർ ഒരു സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പഠിച്ചത്, അതോ മൾട്ടിപ്പിൾ ഫാക്കൽറ്റീസിന്റെ അടുത്ത് പോയിട്ടുണ്ടോ, അതോ സെൽഫ് സ്റ്റഡി, എല്ലാത്തിനും ഒരു മിക്സ് ആയിരുന്നോ? എല്ലാത്തിന്റെയും കൂടെ ഒരു മിക്സ് ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഫാക്കൽറ്റീസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇനി ചില പേപ്പേഴ്സിൽ നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ടാവും. ഓക്കെ, ഞാനൊക്കെ ആണെങ്കിൽ ഒരു 4 പേപ്പേഴ്സ് ഒരു ഫാക്കൽറ്റിയുടെ അടുത്താണ് ചെയ്തേക്കുന്നത്. എനിക്ക് കംഫർട്ടബിൾ ആ ഫാക്കൽറ്റി ആയതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പോ പിന്നെ അതുപോലെ തന്നെ ചില പേപ്പേഴ്സ് ഞാൻ എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ചപ്പോൾ അവസാന ലെവലിലോട്ടൊക്കെ വരുന്ന സമയത്ത് ACCയുടെ ഒരു സംഭവം ഇങ്ങനെ, ഇപ്പൊ നമുക്ക് ആദ്യത്തെ ആ ഒരു അറിയാലോ 3 ലെവൽസ് ആണ് ഉള്ളത്. അതിൽ അതെ. എഫ് ലെവൽസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു ഗൈഡൻസോട് കൂടിയിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ലെവൽസിലോട്ടൊക്കെ എത്തിയപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ Yes. എങ്ങനെയാണ് എങ്ങനെയാ പഠിക്കേണ്ടത്, ഓക്കെ, എവിടുന്ന് പഠിക്കണം എന്നുള്ള ഒരു സംഭവത്തിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉള്ളത് കൊണ്ട് അവസാനത്തെ കുറച്ച് പേപ്പേഴ്സ് എല്ലാം ഐഡിയ. ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ. അപ്പൊ ഇതൊരു മിക്സ് ആണ്. യെസ്. സോ ഇത് പഠിക്കാനായിട്ട് ടോട്ടലി ഏകദേശം എത്ര രൂപയുടെ കോസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും? ആവറേജ് പറഞ്ഞാൽ മതി, ഒരു അപ്രോക്സിമേറ്റ് ലെവലിൽ. എനിക്ക് വന്ന കോസ്റ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ എനിക്കൊരു 2 to 3 ലാക്ക് ആണ് മാക്സിമം വന്നിട്ടുള്ളൂ.
കാരണം ഞാൻ എല്ലാ പേപ്പേഴ്സും ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് ക്ലിയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്ത് വന്നില്ല, റീസീറ്റ് കോസ്റ്റ് വരുന്നില്ല, റീ എക്സാം രജിസ്ട്രേഷൻ കോസ്റ്റ് വരുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതൊരു 2 to 3 ലാഖിൽ നിന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ് ആ ഒരു കോസ്റ്റിൽ നിന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഫെയിലിയർ വേരിയേഷൻ, ഉണ്ടായി കഴിഞ്ഞാൽ അതെ, അതിന് കാരണം കൂടും. എക്സാം രജിസ്ട്രേഷൻ ഫീസും അതുപോലെ തന്നെ ഇപ്പത്തെ ഒരു ഇതില് ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ റീസിറ്റ് കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഇന്ന് 24 25 നോക്കുന്ന സമയത്ത് കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് കൊടുക്കുന്നില്ല, റീസിറ്റ് കൊടുക്കുന്നില്ല. അപ്പോ സെൽഫ് സ്റ്റഡി ചെയ്യാൻ താല്പര്യമില്ല എപ്പോഴും. അപ്പൊ അതൊക്കെ ഒരു ഫാക്ടേഴ്സ് ആണ്. അതായത് റീസിറ്റ്, അതുപോലെ റീസെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഫെയിൽ ഒന്നുകൂടെ ആയിട്ട് ക്ലാസ് കഴിഞ്ഞാൽ അറ്റൻഡ് ഒന്നുകൂടി ചെയ്യാനുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ റീസിറ്റ് എന്ന് പറയാറ്. ഓക്കെ, കൊടുക്കുക. അതുപോലെ എത്ര അറ്റംപ്റ്റ് എടുത്തു, അപ്പൊ കോസ്റ്റ്, അങ്ങനെയാണ് ഇതിന്റെ കോസ്റ്റ് കൂടുന്നത്. ഈ ഇപ്പൊ എല്ലാ ഒറ്റ അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഒരു 2 to 3 ലാഖിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിൽക്കും. ഓക്കെ, പക്ഷെ ഈ ദാറ്റ് പറഞ്ഞ ഈസ് ഇൻക്ലൂഡിങ് നമ്മുടെ ട്യൂഷൻ ഫീസും രജിസ്ട്രേഷൻ അതെ എക്സാം ഫീസും അതെ എല്ലാം കൂടെ ചേർത്ത്. എല്ലാം കൂടെ കൂടിയിട്ട് ഒരു 2 to 3 ലാഖിൽ നിൽക്കും. ഓക്കെ, പക്ഷെ ഇത് എപ്പോഴാണ് ഇതിന്റെ കോസ്റ്റ് കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഇൻസ്റ്റിറ്റ്യൂഷൻ, പിന്നെ അതുപോലെ അതെ, ഫീസ്, അതായത് അറിയാലോ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പല ആൾക്കാരും പല നല്ല ഫീസാണ്. ഫീസാണ്. ഓക്കെ, ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ എന്ന് പറയുന്നത് ഇത്ര ഫീസ് ഇല്ല. ഇന്നത്തെ കാലത്ത് ഉള്ള അത്ര ഫീസ് ഇല്ല. ഇതിന്റെ ഒരു ഇന്ന് ഒരു എനിക്ക് തോന്നുന്നത് ഒരു ചിലയിടത്ത് 4 lakh to 5 lakh വരെയൊക്കെ പോകുന്നുണ്ട്. പോകുന്നുണ്ട്. അതെ അതെ, പക്ഷെ അത്ര വേണ്ട. നല്ല ക്വാളിറ്റി ക്ലാസ്സസ് ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. എല്ലാവരും അഡ്വർടൈസ്മെന്റിന്റെ പുറത്ത് പോകുന്നതും കൂടിയാണ് കാരണം ഇത്രയൊരു എമൗണ്ട് ആവുന്നത്. ഓക്കെ, നമ്മൾ അന്വേഷിച്ച് പിടിച്ച് നല്ല ഇൻസ്റ്റിറ്റ്യൂഷനും നല്ല സാറുമാരും ലോ പ്രൈസും ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പോകുമ്പോൾ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാം. പിന്നെ ഓക്കെ, മറ്റൊരു യാ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവൈൽ വർക്കിംഗ് ആണല്ലോ, യാ ഇവൈൽ എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഓക്കെ നമ്മുടെ ഈ വ്യൂവേഴ്സിന് ഏറ്റവും കൂടുതൽ അറിയേണ്ട കാര്യം ജോബിനെ പറ്റിയിട്ടാണ്. കാരണം കോഴ്സിനെ പറ്റി അവർക്ക് അത്യാവശ്യം എല്ലാം അറിയാം. സോ വാട്ട് അതെ അബൌട്ട് അതെ. ദ ജോബ്? അപ്പൊ ഇവൈലെ ഒരു ഫസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിഞ്ഞതും അതിന്റെ ഒരു ഉം, ഇന്റർവ്യൂ പ്രോസസ് ഒക്കെ എങ്ങനെയായിരുന്നു, അത് ഉം, ഷെയർ ഉം, ചെയ്യാം. ഉം, ഉം. ഞാൻ ആക്ച്വലി ഇവയിൽ ഏറ്റവും ആദ്യത്തെ ഇന്റർവ്യൂ, അതിനു മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഏകദേശം ഒരു, എന്നാ പറയാ, ഒരു 50 60 CV, അല്ലെങ്കിൽ ഒരു ഇവയിൽ മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത്രയും CV ഞാൻ അയച്ച ശേഷമാണ് എനിക്കൊരു ജോബ് കോൾ വരുന്നത്. അത് ഞാൻ ഓപ്പൺ ആയിട്ട് ആദ്യം പറയാലോ. ഓക്കെ, വേറെ ഒന്നുമല്ല, ചില സ്റ്റുഡൻസ് ഉണ്ട്, അവർ 1 or 2 CV അയച്ച ശേഷം മാത്രം അവർ വിചാരിക്കും എനിക്ക് ജോലി കിട്ടുന്നില്ലല്ലോ എന്ന്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ 50 60 CV അയച്ച ശേഷമാണ് എനിക്ക് ഇവൈന്ന് ഫസ്റ്റ് കോൾ വരുന്നത്. അതെനിക്കൊരു ടാക്സ് റോളിനായിരുന്നു. അതൊരു ഇന്റർനാഷണൽ ടാക്സേഷൻ റോളായിരുന്നു. അതും അന്നത്തെ ടൈമിൽ എനിക്ക് തോന്നുന്നത് അവർ ഓഫ്ലൈൻ ഇന്റർവ്യൂസ് എടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളൊരു 4 5 പേർക്ക് അന്ന് ഓഫ്ലൈൻ ഇന്റർവ്യൂ ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞിട്ട് പിന്നെ കോളൊന്നും വന്നിട്ടില്ല. മനസ്സിലായി? നമ്മൾ 2 വട്ടം കൊച്ചിയിലോട്ട് വന്ന്, അന്ന് വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്, അന്ന് കൊച്ചിയിലോട്ട് വന്ന് നമ്മൾ ഇന്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്ത് അത്യാവശ്യം സ്റ്റേജസ് ഉള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. പക്ഷെ നമുക്കത് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഡിറ്റിലോട്ട് അന്ന് ഇപ്പൊ എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുണ്ടായിരിക്കും. സ്റ്റുഡൻസിന് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇവൈ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരുവിധം ബിഗ് 10 കമ്പനീസ് എല്ലാം ഒരു സെപ്റ്റംബർ കഴിയുന്ന സമയത്ത് അവര് കോൺട്രാക്ട് റോളിലോട്ട് ആൾക്കാരെ എടുക്കും. ഓക്കെ, കാരണം മാർച്ച് അല്ലെങ്കിൽ ആ ഒരു എൻഡിങ് ക്ലോസിംഗ് ആണല്ലോ, അപ്പൊ അവർക്ക് കൂടുതൽ ഏറ്റവും കൂടുതൽ ഒരു ഓപ്പർച്യൂണിറ്റി വരാൻ സാധ്യതയുള്ള ഒരു ടൈം ഫ്രെയിം അതാണ്. ടൈമാണ്. അതാണ് ഞാൻ പറയാനുള്ള കാരണം. ഒരു സെപ്റ്റംബർ ടൈം, ഓക്കെ, ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമിൽ നമ്മുടെ ഹയറിംഗ് പോസ്റ്റ് വരും. ഓക്കെ, ഹയറിംഗ് ഏകദേശം ഒരു ഡിസംബർ വരെ അവരെന്ത് ചെയ്യും, ഇന്റർവ്യൂ ചെയ്ത് പിള്ളേരെ എടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് ആ പിള്ളേരെയും കൊണ്ട് ഏകദേശം ജാനുവരി മുതൽ ഏപ്രിൽ വരെ പണിയെടുപ്പിക്കും. ഓക്കെ, പക്ഷെ അതൊരു കോൺട്രാക്ട് റോൾ ആയിരിക്കും. ഒരു 3 മാസം 4 മാസം 5 മാസം ഒക്കെ ഉള്ള കോൺട്രാക്ട് റോൾ ആയിരിക്കും. കോൺട്രാക്ട് കഴിഞ്ഞ് കോൺട്രാക്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ലാപ്സ് ആവും, അവിടെ നിന്ന് ഇറങ്ങുക. അതാണ് പ്രൊസീജിയർ. അപ്പൊ ഞാൻ അങ്ങനെ ഒരു റോളിനാണ് ആദ്യമായിട്ട് ഇവയിൽ കയറുന്നത്. അഷുറൻസ് റോള്, ഓക്കെ, ഓഡിറ്റ് റോളാണ്. അത് ഏകദേശം ഒരു 3 മന്തിന്റെ റോളായിരുന്നു. ഓക്കെ, ഡിസംബറിൽ നമ്മൾ കയറി ഏകദേശം ഒരു മാർച്ച് എൻഡ് ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഇവയിലോട്ട് കയറുന്നത്. അപ്പൊ ഇത് ഈ ഇന്റർവ്യൂവിന്റെ ആ ഒരു ടഫ്നെസിന്റെ കാര്യം പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ടാക്സിന്റെ ഇന്റർവ്യൂ അത്യാവശ്യം നമുക്ക് ഈസി ആണ്. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഫസ്റ്റ് റൗണ്ടിൽ ചോദിച്ചത്. സെക്കൻഡ് റൗണ്ടിൽ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് തലേ ദിവസം കുറച്ച് ടോപ്പിക്സ് തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പഠിക്കാത്ത ടോപ്പിക്സ് തലേ ദിവസം അവർ മെയിൽ ചെയ്ത് തന്നു. ഓക്കെ, പ്ലസ് സർപ്രൈസിംഗ്ലി നമ്മൾ അവിടെ ചെന്ന സമയത്ത് നമുക്കൊരു 2 പേജുള്ള പേപ്പർ അങ്ങ് എടുത്ത് തന്നു. ഓക്കെ, അവർ പ്രിന്റ് ചെയ്ത പേപ്പർ എടുത്ത് തന്നിട്ട് അവർ പറഞ്ഞു ഇത് ഇപ്പൊ നോക്കണം. ഓക്കെ, 10 മിനിറ്റ് കൊണ്ട് ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞു. ഐ മീൻ 10 മിനിറ്റ് കൊണ്ട് ആ പേപ്പർ പഠിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇന്റർവ്യൂവിന് അത് പ്രസന്റ് ചെയ്യേണ്ട ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അത് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം അങ്ങനെ ഒരു സംഭവം ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ആദ്യമായിട്ടാണ്. ഞങ്ങൾ ഒരു 5 പേര് എന്തായാലും അങ്ങനത്തെ ഒരു സംഭവം ഫേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അതൊക്കെ അത് അവര് നമ്മൾ ഇത് എന്താണ്, നോക്കാണ്. കമ്പനി സെനാരിയോസ് ആണോ തന്നിരുന്ന, എന്തെങ്കിലും അല്ല സെനാരിയോ ആണോ അതോ? അല്ല അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ടാക്സേഷൻ ആയിരുന്നു റോൾ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ ഇന്റർനാഷണൽ ടാക്സേഷന്റെ തന്നെ അതിന്റെ ഒരു ആർട്ടിക്കിൾ ആയിരുന്നത്. ഓ, യെസ്, അപ്പൊ അത് അപ്പൊ തന്നെ പഠിച്ച് അത് എത്രത്തോളം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഇൻസ്റ്റന്റ് ലേണിംഗ് ആണ് അവർ ടെസ്റ്റ് ചെയ്യുന്നേ തോന്നുന്നു. അപ്പോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പിന്നീട് അന്ന് നമ്മൾ സെക്കൻഡ് റൗണ്ട് ഒക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെയാണ് ക്ലിയർ ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് എന്താ പറയാ, കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവർ ചൂസ് ചെയ്തു. കാരണം ഞങ്ങൾ കുറച്ചുപേര് നോക്കുന്നുണ്ടായിരുന്നു. ഫ്രഷർ ആയിരുന്നു അതുകൊണ്ട്. ഓക്കെ,
ആൻഡ് അപ്പോൾ അതാണ് ആ ഫസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. സെക്കൻഡ് ഇന്റർവ്യൂ അഷുറൻസിലോട്ടായിരുന്നു, കോൺട്രാക്ട് റോളിലോട്ടായിരുന്നു. കോൺട്രാക്ട് റോളിലോട്ട് ഈ പറഞ്ഞ മാതിരി നമ്മൾ FR ACCA FR പേപ്പർ ഉണ്ട്, FR SBR പേപ്പേഴ്സിലും ഓഡിറ്റിലും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചോദിച്ചത്. ഓക്കെ, മോർ ദാൻ ലൈക്ക് നമ്മുടെ പാഷൻ എന്താണ്, ഹോബി എന്താണ് എന്നൊന്നും അല്ല ACC ഇന്റർവ്യൂസിൽ ഉണ്ടാവുക. കൂടുതലായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. കാര്യങ്ങളായിരിക്കും അപ്പൊ പഠിച്ചൊരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈസി ഇന്റർവ്യൂ ആയിരിക്കും. നോക്കിയാൻ സാധിക്കുന്നതാണ്. യെസ് യെസ് യെസ്, അങ്ങനെ. സോ പിന്നൊരു കാര്യം ഇപ്പം നമുക്ക് റീസെന്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ACCയിലെ ഈ എക്സംഷൻസ് ACC തന്നെ വൈഡ്ലി ഉം ഉം. പല യൂണിവേഴ്സിറ്റീസുമായിട്ട് ടൈപ്പ് കൊടുക്കുന്നുണ്ട്. അതെ അതെ, അപ്പൊ തീർച്ചയായും. നമുക്കിപ്പോ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് +2 കഴിഞ്ഞൊരു സ്റ്റുഡന്റിന് ACCയുടെ എക്സാംസ് എഴുതാതെ ഡിഗ്രി ചെയ്തിട്ട് ACCയെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് ഒരു ചെയ്യാം. ഓപ്പർച്യൂണിറ്റി നിൽക്കുന്നുണ്ട്. ഉം അപ്പൊ ഉം. അതിനെ പറ്റിയുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? അതിനെ പറ്റി ഗ്ലോബൽ അല്ലെങ്കിൽ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് പെർസ്പെക്റ്റീവ് ആണ്. പക്ഷേ സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കാണാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്കീം കുറെ സ്റ്റുഡൻസ് എടുക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഈ സ്റ്റുഡൻസ് എല്ലാം അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസോട് കൂടി കാണുന്നില്ല. കാരണം ഇവര് എക്സംഷൻ സ്കീമിൽ വരുന്നത് നമുക്ക് ACC എക്സാം എഴുതേണ്ട ആവശ്യം വരുന്നില്ല ഇവര്. ഓക്കെ, അതുകൊണ്ട് തന്നെ പിള്ളേർ ഒരു ഡിഗ്രി പേപ്പർ പഠിക്കുന്ന പോലെ. ഓക്കെ, അതായത് ഡിഗ്രി പേപ്പർ പഠിക്കുന്നതിനുള്ള പെർസ്പെക്റ്റീവ് എന്താ, നാളേക്ക് ഇത് ആവശ്യമില്ല എന്നുള്ളതാണ്. കണ്ടന്റ് നാളേക്ക് ആവശ്യമില്ല എന്നുള്ള രീതിക്കാണ് നമ്മൾ പഠിക്കുക. അപ്പത്തെ ഒരു എക്സാം പാസ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആ ഇൻഫോർമേഷൻ. അതുപോലെ പാസ് മാർക്കും കുറവല്ലേ ACC വെച്ച് കുറവാണ്, കമ്പയർ പാസ് ചെയ്യുമ്പോൾ? മാർക്കും കുറവാണ്. അതെ, പാസ് മാർക്ക് ACCക്ക് വേണ്ടത് 50 ആണ്. ഇത് എനിക്ക് തോന്നുന്നത് ഡിഗ്രി ആകുമ്പോൾ ഒരു 30 ഡിഗ്രി 24 ആ ഒരു 28 30 റേറ്റ്. 30 മതി. അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് സ്റ്റുഡൻസ് എടുക്കേണ്ട ഒരു പ്രിക്കോഷൻ അല്ലെങ്കിൽ അവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷെ അവരത് കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അത് ഇവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സ്റ്റുഡൻസ് ഞാൻ പറഞ്ഞ പോലെ ഡിഗ്രി പേപ്പേഴ്സ് ചെയ്യുന്ന പോലെ ഇവരിത് ചെയ്യും. ഓക്കെ, അപ്പൊ അവർക്ക് എന്തുണ്ടാവില്ല, അവർ അപ്പത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് പഠിക്കുന്നത് ഈ പേപ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഇവരെന്ത് ചെയ്യും, ആ എക്സാം കഴിഞ്ഞത് മറക്കും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇവര് ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് ഇവർ ഫേസ് ചെയ്യാൻ പോകുന്നത് ഏതാ, ഇവർ ഈ പഠിച്ച പേപ്പേഴ്സിലെ പഠിച്ച കാര്യങ്ങളാണ്. ആ അതുപോലെ P-ലെവലിൽ ഇവർ ആ എഴുതിയെടുക്കണമല്ലോ 4 പേർ. അതെ അതെ, തീർച്ചയായും. അവിടെയും അതാണ് ഒരു വേറൊരു വിഷയം. ഇവര് P-ലെവലിൽ വരുന്ന സമയത്ത് ഫസ്റ്റത്തെ ഒരു പേപ്പറും ഇവർ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, വളരെ ഉഴപ്പി. അല്ലെങ്കിൽ ഡിഗ്രി നമ്മൾക്കറിയില്ല, എനക്ക് ഡിഗ്രി പഠിച്ച ആളാ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളൊക്കെ തലേദിവസം ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരാ. അപ്പൊ ആ തലേദിവസം ഇരുന്ന് പഠിക്കുന്ന ഒരു അപ്രോച്ച് എവിടെ പറ്റില്ല, ഇവിടെ പറ്റില്ല. ACCയിൽ ACCയിൽ നടക്കത്തില്ല. കാരണം നമ്മൾ അത് അത്രയും, നമുക്കൊരു ട്രാക്ക് വേണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോപ്പർ പ്രാക്ടീസ് ആൻഡ് പ്രോപ്പർ കൺസെപ്റ്റൽ ക്ലാരിറ്റി. അപ്പൊ ഇതൊരു ഓപ്പർച്യൂണിറ്റി സത്യം പറഞ്ഞാൽ. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവരാ 9 പേപ്പർ എക്സംഷൻ എടുക്കുന്നു. ഓക്കെ, 9 പേപ്പർ എക്സംഷൻ എടുത്തിട്ട് ആ 4 അത് പ്രോപ്പർ ആയിട്ട് പഠിക്കുക. പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് പഠിക്കുക. കാരണം ACC ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് അത്ര റിസ്ക് ഇവർക്ക് വരുന്നില്ല. കാരണം അത് ACC എക്സാം എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന 4 പേപ്പേഴ്സ് എന്ത് ചെയ്യുക, പ്രോപ്പർ ട്രാക്കിൽ പഠിച്ചിട്ട് പെട്ടെന്ന് അഫിലിയേറ്റ് ആവാൻ വേണ്ടി നോക്കുക. എന്നിട്ട് ജോബിന് കയറുക. ഓക്കെ, ജോബ്, കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പോലും ഇവര് മേ ബി ജോബിന് കയറും. 9 പേപ്പർ കഴിഞ്ഞാൽ ജോബിന് കയറാമെന്നാണ് ഈ എക്സെപ്ഷൻ സ്കീം എടുക്കുന്ന പല സ്റ്റുഡൻസും വിചാരിക്കുന്നത്. കയറാം, ഓക്കെ, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അവരെവിടെ പ്രോബ്ലം ഫേസ് ചെയ്യും, ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് വാട്ട് ഈസ് ദ പ്രശ്നം ലീസ്റ്റ് ഉണ്ടാവും. സ്റ്റാൻഡേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഓർമ്മ കാണത്തില്ല. മനസ്സിലായോ? അപ്പോ ഇതൊരു സ്മാർട്ട് വർക്ക് ആയിട്ട് അവർ കാണുക. ഓക്കെ, അത്രേ പറയാനുള്ളൂ. കാരണം നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കത് അവരെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു പ്രൊഫഷണൽ ബോഡിയെ നമുക്ക് കുറ്റം പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഓക്കെ, അവർക്ക് കൂടുതൽ മെമ്പേഴ്സ് വേണം, കൂടുതൽ ആൾക്കാർ ഇത് വേണം. വെച്ചിരിക്കുന്നത് മെയിൻലി എനിക്ക് തോന്നുന്നു ഉം. ACCയുടെ ആ പേപ്പേഴ്സ് ഡിഗ്രിയുടെ സിലബസിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലല്ലേ അത് കൊടുത്തിരിക്കുന്നത്? അത് പല രീതിയിലാണ്. അതായത് ഈ എക്സെപ്ഷൻ ഓരോ യൂണിവേഴ്സിറ്റീസിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോ ഇപ്പൊ ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി എടുക്കുവാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ മേ ബി അവരുടെ ഡിഗ്രി പേപ്പേഴ്സിന്റെ കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ ഇത് തന്നെ അവരുടെ പേപ്പേഴ്സ് ആയിരിക്കാം. അതായത് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. അത് രണ്ട് രീതിയിലും ചെയ്യാറുണ്ട്. Yeah. സോ ദാറ്റ്സ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുകയാണ്. അപ്പം ഉം, ACC വിത്ത് ഡിഗ്രി ആണോ ഉം. വിത്തൗട്ട് ഡിഗ്രി ആണ്? തീർച്ചയായിട്ടും അതിനകത്ത് ഏതായിരിക്കും വാല്യൂബിൾ ആയിട്ട് വരുന്നത്? ഒബ്വിയസ്ലി വിത്ത് ഡിഗ്രി. ഓക്കെ, വിത്ത് ഡിഗ്രി. യെസ്. കാരണം ഞാൻ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, ACC ചെയ്യൂ, അങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഓക്കെ, ഇൻഡിവിജ്വൽ ആയിട്ട് ACC ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, നിങ്ങൾ ഡിഗ്രി മസ്റ്റ് ആയിട്ടും എടുക്കുക. ഓക്കെ, അതും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പറ്റുമെങ്കിൽ BCom തന്നെ എടുക്കുക. ഓക്കെ, BBA എടുക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. BBA എടുക്കാം. ഓക്കെ, വേറെ ഡിഗ്രീസിന്റെ കൂടെയും ചെയ്യാം. ഓക്കെ, പക്ഷേ BCom BCom ആണ് എടുക്കുക. മോസ്റ്റ് പ്രിഫേർഡ്. മോസ്റ്റ് പ്രിഫേർഡ്. കാരണം ഞാൻ ജോബിന്റെ ഹയറിംഗ് പോസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് BCom പ്ലസ് ACC ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം. ഓക്കെ, പക്ഷെ ഞാൻ BBA പഠിച്ച ആളാണ്, ഞാൻ EYയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ BBAക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ പറഞ്ഞല്ലോ, എനിക്കിപ്പോ ഒരു അക്കൗണ്ടിങ് ഇതിൽ നോക്കുന്ന സമയത്ത് BComനാണ് ഒരു കറക്റ്റ് ഫസ്റ്റ് കറക്റ്റ് പ്രയോറിറ്റി എന്ന് അതെ. പറയുന്നത്. ഇപ്പൊ ഒരു കൗണ്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു 8 ഒരു 10 ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അതിൽ 8 ഡിഗ്രി വിത്ത് ACC എന്നാണ് ചോദിക്കുക. പക്ഷെ ഒരു എക്സ്ട്രാ 2 മേ ബി എന്തായിരിക്കും BCom പ്ലസ് ACC സ്പെസിഫിക്കലി ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 8 അപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ ആ 2 എനിക്ക് മിസ്ഡ് ആണല്ലോ, ശരിയല്ലേ?
അപ്പോൾ ഇനി എടുക്കാനുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, പറ്റുമെങ്കിൽ ബികോം എടുക്കുക, അത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ACC ഇപ്പൊ കംപ്ലീറ്റഡ് ആയാലും ഡിഗ്രി ഉണ്ട് ACC ഉള്ള ഒരാളെ സംബന്ധിച്ച് ഇനി വേറെ ക്വാളിഫിക്കേഷൻ കൂടെ ഒരു കരിയർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ജോബിനൊക്കെ കയറിയ സമയത്തിന് ശേഷം ഒരു ക്വാളിഫിക്കേഷനും കൂടെ എടുക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ക്വാളിഫിക്കേഷൻ ഏതായിരിക്കും? അതായത് അത് വളരെ നമ്മളൊരു സ്ട്രാറ്റജിക് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു സംഭവം. അതായത് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഓഡിറ്റ് റോളിലാണ്, അതും US മാർക്കറ്റിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ കുറച്ചും കൂടെ ഒരു എക്സ്പോഷർ വേണം, അല്ലെങ്കിൽ നാളെ എനിക്ക് ഒരു ഓഡിറ്റ് പാർട്ണർ ആവണം, അല്ലെങ്കിൽ മാനേജർ ആവണം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ നോക്കുന്നതെങ്കിൽ ഞാൻ US CP എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഇനി അതേസമയം UK ആണ് മാർക്കറ്റ് എന്ന് വിചാരിക്കുക, അവർക്ക് എന്ത് മതി, ACCA മതി. ഓക്കെ, ACC ആണ്. മതി. ഓക്കെ, ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ എവിടെ വർക്ക് ചെയ്യുന്നു, ഓക്കെ, നമ്മുടെ അടുത്ത ജോബ് ഉള്ള ശേഷമാണല്ലോ ഈ പറയുന്നത്. ഓക്കെ, സോ അതെ അതെ. ജോബിൽ അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് വെക്കണം എന്നുള്ളതനുസരിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, കോഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ല, ഇനി നിങ്ങൾക്ക് എൻ്റയർ ഡിപ്പാർട്ട്മെന്റ് മാറണം. കാരണം ഇപ്പൊ നമുക്ക് തന്നെ, നിങ്ങൾക്ക് സ്റ്റുഡൻസിന് പലർക്കും അറിയാത്തൊരു സംഭവം ഉണ്ട്, ഈ പ്രൊഫഷണൽ കോഴ്സുകൾ ഓരോന്നും ഓരോ ഏരിയയാണ്. ശരിയല്ലേ? കാരണം എന്താ വെച്ചാൽ ഇപ്പൊ CMA എന്ന് പറയുന്ന കൂടുതലായിട്ട് കോസ്റ്റ് മാനേജ്മെന്റ് മാനേജ്മെന്റ്. അല്ലെ അതെ, മാനേജ്മെന്റ് ഏരിയയാണ്. അക്കൗണ്ടിങ്. പക്ഷെ അതേസമയം നമ്മൾ ACCA അല്ലെങ്കിൽ CA വരുന്ന സമയത്ത് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിലോട്ടാണ് കൂടുതൽ കൂടുതൽ ഫോക്കസ്. ഫോക്കസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഞാനൊരു എൻറോൾഡ് ഏജന്റ് കോഴ്സ്, അതിലോട്ട് വരുന്ന സമയത്ത് ടാക്സേഷൻ ആണ് അവരെന്ത് ചെയ്യുന്നത്. അതെ, അപ്പോ നമ്മൾ എവിടെ വർക്ക് ചെയ്യണം, നമ്മുടെ കരിയറിൽ അടുത്തൊരു സ്റ്റെപ്പ് എങ്ങോട്ടാണ് എന്നുള്ളതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അടുത്തൊരു ക്വാളിഫിക്കേഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഒരു സ്പെസിഫിക് ഓക്കെ. കോഴ്സ് പറയുന്നതിനേക്കാൾ നല്ലത് ഇതാണ് അതിന്റെ ഒരു സ്മാർട്ട് വേ എന്ന് പറയുന്നത്. സോ എനിക്ക് ഇപ്പൊ കറന്റ് ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുകയല്ലേ? അതെ അതെ അതെ. അതെ, അപ്പൊ വർക്ക് കൾച്ചറിനെ പറ്റിയിട്ടാണ് ചോദിക്കാനുള്ളത്. ഇപ്പൊ EYയിലൊക്കെ ഒരു ആള് മരിച്ചു പോയിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, വർക്ക് പ്രഷർ തീർച്ചയായും എന്നുള്ള തീർച്ചയായും. കേസില്. അതെ അതെ. സോ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അവിടുത്തെ? നമുക്കൊരു എംപ്ലോയി എന്നുള്ള രീതിയിൽ കിട്ടുന്ന പ്രിവിലേജസ്, ഫെസിലിറ്റീസ്, ഓക്കെ മാനേജേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ആറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ എന്താണ് ഷെയർ ചെയ്യാം? ഓക്കെ, നമ്മൾ പറയുകയാണെങ്കിൽ അത് ഓരോ ഡിപ്പാർട്ട്മെന്റ് വേരിയേഷൻ, നമ്മുടെ ആൾക്കാരുടെ സ്വഭാവം അല്ലെ. ശരി, ഈ സംഭവം എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് ആണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ഉള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന US മാർക്കറ്റിലാണ്. ഓക്കെ, ഞങ്ങളുടെ മാനേജേഴ്സ് എല്ലാം ഭയങ്കര അത്യാവശ്യം അടിപൊളിയാണ്. സീനിയർ മാനേജേഴ്സ് ആയാലും സീനിയേഴ്സ് ആയാലും അത്യാവശ്യം അടിപൊളിയാണ്. ചില സമയത്ത് പീക്ക് ടൈം വരും. ഇപ്പോൾ നമുക്ക് പീക്ക് ടൈം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എങ്ങനെ പോലെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഒരു നോർമൽ വർക്കിംഗ് അവർ 9 അവേഴ്സിനേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പീക്ക് അവേഴ്സിൽ അല്ലെങ്കിൽ പീക്ക് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളത് ചെയ്യേണ്ടി എക്സ്റ്റെൻഡ് വരും. ചെയ്യേണ്ടി വരും. പക്ഷെ അത് നമുക്ക് എപ്പോൾ കവർ ആവുന്ന വെച്ചാൽ ഈ പീക്ക് ടൈം കഴിയും. ഓക്കെ, ഇപ്പോൾ ഓഡിറ്റിന്റെ കേസിലാണ് എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത്. സോ ഓഡിറ്റിന്റെ കേസിൽ ഞാൻ പറയുവാണെങ്കിൽ നമുക്കൊരു മാർച്ച് ഏപ്രിൽ എൻഡോട് കൂടിയിട്ട് നമ്മുടെ പീക്ക് ടൈം കഴിയും. പീക്ക് ടൈം സ്റ്റാർട്ട് ചെയ്യുക ഒരു ജാനുവരി ഹാഫോട് കൂടിയേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ജാനുവരി ഹാഫ് മുതൽ ഒരു മാർച്ച് എൻഡ് വരെ അല്ലെങ്കിൽ ഏപ്രിൽ എൻഡ് വരെ നമ്മൾ അത്യാവശ്യം എക്സ്റ്റെൻഡ് ചെയ്ത് അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അത്യാവശ്യം ചിൽ മോഡാണ്. ഓക്കെ, അതുപോലെ തന്നെ ചില ദിവസങ്ങൾ നമുക്ക് ഈ പറഞ്ഞ ഡേയ്സ് മൊത്തം ഹാർഡ് വർക്ക് ആണെന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒരു മനസ്സിലായി. 50% ആയിരിക്കും. ഓക്കെ, ബാക്കിയുള്ള ദിവസം നമുക്ക് ചില്ലിംഗ് ആണ്. ഓക്കെ, പിന്നെ ഫെസിലിറ്റീസ് ആണെങ്കിലും ഇപ്പൊ കൊച്ചിയുടെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് പുതിയ ഓഫീസ് സ്പേസ് ഉണ്ട്. ഓക്കെ, ഓഫീസ് സ്പേസിൽ അത്യാവശ്യം ഒരു 5 സ്റ്റാർ ഫെസിലിറ്റീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മാനേജേഴ്സ് ആൻഡ് സീനിയർ മാനേജേഴ്സ്, ഞങ്ങളുടെ മാനേജേഴ്സ് ആൻഡ് സീനിയർ മാനേജേഴ്സ് എപ്പോഴും ട്രാക്കിംഗ് ആണ്. അതായത് ആരെങ്കിലും ഓവറായിട്ട് പോകുന്നുണ്ടോ, ആർക്കെങ്കിലും ഓവർവെൽമിംഗ് ആവുന്നുണ്ടോ പിള്ളേര്. ഓക്കെ, അവർ നമ്മളോട് എപ്പോഴും മീറ്റിംഗ്സ് വെച്ച് ചോദിച്ചുകൊണ്ടിരിക്കും, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. നോർമൽ വർക്കിംഗ് ടൈം Monday to Friday? നോർമൽ വർക്കിംഗ് ഡേ Monday to Friday ആണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞല്ലോ, പീക്ക് ടൈം വരുന്ന സമയത്ത് മേ ബി എക്സ്ട്രാ സാറ്റർഡേസ് ഡേയ്സ്. ഒക്കെ ഒരു 2 to 4 hours ഒക്കെ നമ്മൾ ഇരിക്കേണ്ട ടൈം വരാം. പക്ഷെ ഇത് എവിടെ കോമ്പൻസേറ്റ് ആവും ആക്ച്വലി, ഞാൻ പറഞ്ഞല്ലോ, ആ ബിസി സീസൺ കഴിഞ്ഞ പീരീഡിൽ സത്യം പറഞ്ഞ ചില ദിവസങ്ങളൊന്നും ഒരു പണി ഉണ്ടാവില്ല, വെറുതെ അടക്കമായിരിക്കാം. മനസ്സിലായോ? അപ്പൊ അത് അവിടെ കോമ്പൻസേറ്റ് ആവും. അപ്പൊ അതാണ് ആ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മുടെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് എവിടെ പോയാലും ഇതാണ് കൾച്ചർ. കാരണം നമുക്ക് ആ ബിസി സീസണിൽ എന്ന് പറഞ്ഞ കമ്പനീസിന്റെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന ടൈമാണ്. സ്വാഭാവികമാണത്. അതെ, സ്വാഭാവികമാണത്. ഓക്കെ, അല്ല പിന്നെ കമ്പനി ആ ടൈമിൽ കൂടുതൽ ആൾക്കാരെ ഹയർ ചെയ്തിട്ട് ഇത് ഡൈല്യൂട്ട് അല്ല, ചെയ്യണം എന്നുള്ള. ഇവ ആൾറെഡി കുറെ പേരെ ഹയർ ചെയ്യുന്നുണ്ട് ഈ ടൈം. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ആ കോൺട്രാക്ടറുകളുടെ കാര്യം പറഞ്ഞല്ലോ. ഓക്കെ, ഹയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് അത്ര പ്രഷർ ഒന്നും തോന്നത്തില്ല. ഓക്കെ, എന്നാലും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നോർമലി ഇരിക്കുന്നതിന് 1, 2, 3 മണിക്കൂർ നമ്മൾ ചിലപ്പോൾ എക്സ്റ്റെൻഡ് എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ട് ആയിരിക്കും. വരും എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഞാനൊരു ഫൈനലി ഒരു ക്വസ്റ്റനോട് ചോദിച്ചിട്ട് നമുക്ക് ഈ യാ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. യാ ഇപ്പം അപ്കമിങ് ആയിട്ടുള്ള ആസ്പയറിംഗ് ACCA സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവര് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ജോബിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി ബേസിക് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബേസിക് ആയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ബേസിക് ആയിട്ട് ഒരു CV പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത്
അവര് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, സി വി, ഞാൻ ആദ്യം സി വിന്ന് തുടങ്ങാം. സി വി എന്ന് പറയുന്ന സമയത്ത് അതിൽ ആവശ്യമില്ലാത്ത സ്കില്ലുകൾ, നിങ്ങൾക്ക് അറിയാത്ത സ്കില്ലുകൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അതുപോലെ അറിയാത്ത ലാംഗ്വേജ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, കാരണം ഇന്റർവ്യൂവിന്റെ ടൈമിൽ ഇതിൽ എന്തെങ്കിലും ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം, നിങ്ങൾ സി വി, പലരും സി വി, ഫ്രണ്ട്സിന്റെ സി വി ഒക്കെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇവര് ഇതിൽ അറിയാത്തൊരു സംഭവം ഇന്റർവ്യൂവിന് ചോദിച്ച് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ഞാൻ ആലോചിച്ച് നോക്കി, അതൊരു ഫാൾസ് പ്രോമിസ് കൊടുത്ത പോലെയായി. അത് ഇന്റർവ്യൂവിന് മുന്നിൽ നിങ്ങൾക്കൊരു, എന്താ പറയാ, അവർക്കൊരു ഫാൾസ് പ്രോമിസ് കൊടുത്ത ഒരു നെഗറ്റീവ്, ക്രെഡിബിലിറ്റി യെസ്, പോകും. ക്രെഡിബിലിറ്റി ഇഷ്യൂ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ACCA സ്റ്റുഡൻസിന്റെ കാര്യമാണ് പറയുന്നത്. ACCA റിലേറ്റഡ് ഇന്റർവ്യൂസ് ഞാൻ എപ്പോഴും കണ്ടേക്കുന്നത് ACCA റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ACCA പഠിച്ച കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ആ പഠിക്കുന്ന ടൈമിൽ അത് പ്രോപ്പർ ആയിട്ട് പഠിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അതൊന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക. അല്ലാണ്ട് ചില സ്റ്റുഡൻസ് എക്സ്പെക്ട് ചെയ്യുക അവര് ലൈക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് പറയൂ, ഹോബി എന്താന്ന് പറയൂ. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ല ഇവിടെ. കൂടുതലായിട്ടും ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. പിന്നെ ഞാൻ ഇപ്പൊ അടുത്ത് എന്റെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ പോകുന്ന, നമ്മൾ ഏത് ജോബ് റോളിന് വേണ്ടിയാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഉം. ഒരു പോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ആ വരാൻ സാധ്യതയുണ്ട്. വരാൻ സാധ്യതയുണ്ട്. അതെ അതെ, തീർച്ചയായും. പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ഇന്റർവ്യൂ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ. ഇപ്പൊ ഞാനിപ്പോ അടുത്ത് അത് ചോദിച്ചോട്ടെ, അപ്പൊ ഈ എക്സാം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വല്ലതും ഉണ്ടോ? ആമസോണിലൊക്കെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് അതുപോലെ. അത് ഇവയിലും ഉണ്ട് ചില റോളുകൾക്ക്. ഞാൻ ചില പറഞ്ഞല്ലോ, ഇതും റോൾ ടു റോൾ ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്റെ ടാക്സിന്റെ റോളിന്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ആപ്റ്റ് ആവുക, നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ആവണം. ഓക്കെ, എങ്ങനെ പോയാലും വെറുതെ അങ്ങോട്ട് കയറി ചെല്ലരുത്, നമ്മൾ നമ്മുടെ മാക്സിമം പ്രിപ്പയർ ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഒരു ഇംഗ്ലീഷ്, അതായത് ഓവറായിട്ട് വേണമെന്നൊന്നുമില്ല. ഓക്കെ, എന്നാലും പറയുന്നത് അപ്പുറത്തെ ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത്ര മതി. രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. സ്കില്ല് ആവശ്യമാണ്. പിന്നെ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തും ഓൺലൈൻ ഇന്റർവ്യൂ ആയാലും നിങ്ങളുടെ ഡ്രസ്സിങ് ശ്രദ്ധിക്കുക. കാരണം ഞാനത് എനിക്കിപ്പോൾ എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അടുത്ത് എൻ്റെ ഒരു സ്റ്റുഡന്റിനോട് ഇന്റർവ്യൂവർ പറഞ്ഞതാണ്, നിന്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഓക്കെ, ഓക്കെ, പക്ഷേ എന്താ പറയാ, അപ്പിയറൻസ് ഒന്നും കൂടെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. അപ്പോ യെസ്, അത് ശ്രദ്ധിക്കണം. കാരണം ഞാൻ അതിപ്പോ അടുത്ത് നോട്ട് ചെയ്തതുകൊണ്ട് ഞാൻ അതിപ്പോ പറഞ്ഞു നിങ്ങളിപ്പോ എന്നുള്ളത്. ഓഫ്ലൈൻ ആയിട്ട് വർക്ക് ചെയ്യുന്നല്ലേ, അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നിടത്ത് ഡ്രസ്സിംഗ് ഇതുണ്ടോ, പോളിസി ഉണ്ടോ, ഏത് ടൈപ്പ് യെസ് ഡ്രസ് യെസ് ഇടണമെന്നുള്ള? യെസ് യെസ്, എല്ലാ കമ്പനിക്കും ഡ്രസ്സിംഗ് പോളിസി കാണും. ഓക്കെ, അപ്പോ അതെന്തായാലും ഉണ്ട്, ഡ്രസ്സിംഗ് പോളിസി ഉണ്ട്. ഓക്കെ, പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ട്രിക്ട് പോളിസി അല്ല. ഓക്കെ, ബിസിനസ് കാഷ്വൽസ് ഇടുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോളിസിയാണ്. അതായത് ഒന്ന് വൃത്തിക്കും മെനക്കും ചെല്ലുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഓവറായിട്ടുള്ള പോളിസി ഒന്നുമില്ല. ഓക്കെ, പക്ഷെ ചില കമ്പനീസിൽ ഓരോ കമ്പനിക്ക് അനുസരിച്ച് മാറുമല്ലോ. അപ്പോൾ അത് ചില കമ്പനീസിൽ എപ്പോഴും ഫോർമൽസ് തന്നെ ചെല്ലേണ്ടി വരും. ഓക്കെ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് ലാസ്റ്റ് ഞാൻ ഉണ്ടാവും. ഒരു ക്വസ്റ്റിനോട് ചോദിച്ചിട്ട് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. Yeah. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കാഷ്വൽ ക്വസ്റ്റ്യൻ ആണ്. ആഹാ. ACCA 13 പേപ്പേഴ്സും പഠിച്ച ഒരാളെന്ന നിലയ്ക്ക് ഉം. ഏറ്റവും പേഴ്സണലി ടഫായിട്ട് തോന്നിയിട്ടുള്ള പേപ്പറും, അതുപോലെ തന്നെ ഉം. എനിക്ക് പേഴ്സണലി വളരെ അത്യാവശ്യം എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റി തോന്നിയൊരു പേപ്പറോട്. ഓക്കെ, ഫസ്റ്റ് വൺ, ACCA 13 പേപ്പേഴ്സ് ആണ് എന്നുള്ളത് കറക്റ്റ് ആണ്. ഓക്കെ, പക്ഷേ അതിന്റെ ഇടയിൽ ഹൈഡ് ചെയ്ത് കിടക്കുന്ന ഒരു മൊഡ്യൂളും കൂടെ ഉണ്ട്. ഓക്കെ, അത് കുറെ സ്റ്റുഡൻസിന് അറിയില്ല, അല്ലെങ്കിൽ ആരും അത് പറയാറില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അത് ആരോടും പറയാറില്ല. ഓക്കെ, എടുക്കുന്ന സ്റ്റുഡൻസ് എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് അതിനിടയിൽ ഒരു മൊഡ്യൂളും കൂടെ വരുന്നുണ്ട്. പേടിക്കാനൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് എന്താ പറയാ, ബുക്ക് വെച്ചിട്ട് തന്നെ എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അതൊരു എക്സാം ആണെന്നൊന്നും പറയാൻ പറ്റില്ല. EPSM എന്ന് പറയും. ഓക്കെ, അതെപ്പോഴും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ ഏറ്റവും ഈസി പേപ്പർ ആൻഡ് ടഫ് പേപ്പർ. ഓക്കെ, ഈസി പേപ്പറിലോട്ട് വരുന്ന സമയത്ത്, ഇപ്പൊ ആലോചിക്കുന്ന സമയത്ത് കേട്ടോ, ഇപ്പൊ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് FR ആയിരുന്നു ഏറ്റവും കൂടുതൽ ഈസി പേപ്പർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഞാൻ FR പഠിക്കുന്ന സമയത്ത്, FR ആയിരുന്നു എന്റെ ഫസ്റ്റ് പേപ്പർ. ഓക്കെ, അതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് ആകപ്പാടെ ടെൻഷൻ അടിച്ചിട്ടാണ് ഇറങ്ങി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫസ്റ്റ് പേപ്പർ എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നിയിട്ടുള്ള പേപ്പർ FR ആണ്. പക്ഷെ ഇപ്പൊ ചിന്തിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഈസി ഈസിയും, ആയിട്ട്. അതായത് നമുക്കറിയാലോ, ഇപ്പൊ നമുക്ക് 10ത്തെ കണ്ടന്റ് ഇപ്പൊ ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഈസി ആയിരിക്കും. ഓക്കെ, മറ്റുള്ള സംഭവങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് FR ആണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ടഫായിട്ട് ടഫായിട്ട് തോന്നിയിട്ടുള്ള പേപ്പർ എന്ന് പറയുന്നത്, ട്രിപ്പിളെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ട്രിപ്പിളെ പി ലെവൽ അല്ലേ, പി പി ലെവൽ. ലെവൽ, അതെ അഡ്വാൻസ്ഡ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ്. ഓക്കെ, അഡ്വാൻസ്ഡ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ് ഈ പറഞ്ഞ മാതിരി ഒരു ഭാഗ്യപരീക്ഷണമായിരുന്നു. ഒരാഴ്ചയാണ് എനിക്ക് ഞാൻ ആ ടൈമിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ അന്ന് 5 ദിവസം ഓഫീസിൽ ലീവ് ഒക്കെ എടുത്തിട്ട് അത്യാവശ്യം ഒരു 5 ദിവസത്തെ ഒരു കഷ്ടപ്പാട് ഇട്ട്, ഉണ്ടായിരുന്നു. അതെ, എന്നിട്ടൊരു ഒരു എറിഞ്ഞു നോക്കിയതാ, പാസ്സാവട്ടെ എന്നുള്ള രീതിക്ക് എഴുതിയ ലാസ്റ്റ് പേപ്പർ ആണത്. ഓക്കെ, പക്ഷെ അതെനിക്ക് തോന്നുന്നത് അന്ന് പഠിച്ച കാലത്താണെങ്കിലും എനിക്ക് അതിന്റെ ഒരു ഫുൾ അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഹയസ്റ്റ് സ്കോർ എത്ര കിട്ടിയിട്ടുള്ളത് ഓൾ പേപ്പേഴ്സിൽ? ഏറ്റവും ഹയസ്റ്റ് സ്കോർ, ഏറ്റവും ബെസ്റ്റ് ഏറ്റവും സ്കോർ? ഹയസ്റ്റ് സ്കോർ എനിക്ക് തോന്നുന്നു, ഓർമ്മ വെച്ചിട്ടാണെങ്കിൽ എനിക്കൊരു
78 എങ്ങാണ്ടാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ടാക്സിന് എങ്ങാണ്ടാണ്. ആ, 78 ACCA പറ്റി അറിയാത്ത ആൾക്കാരെ സംബന്ധിച്ച് 78 എന്ന് പറയുന്നത് ആ, ഇറ്റ്സ് ആക്ച്വലി ബിഗ് സ്കോർ. കാരണം അതെ, ദർ ആർ സ്റ്റുഡൻസ് ഹു ഗെറ്റ് അതിനേക്കാൾ ഭയങ്കര ലോ 49 ഒക്കെ കിട്ടി ഫെയിൽ ആവുന്ന ആൾക്കാരുണ്ട്. കറക്റ്റ്, കറക്റ്റ്. 49, 48, 47 ഫെയിൽ ആയി അതെ, പോകുന്ന ആൾക്കാരുണ്ട്. കാരണം അത്രയ്ക്കും ടഫ് സ്ട്രിക്റ്റ് ആയിട്ടാണ് ACCA വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ വാല്യൂ ചെയ്യുന്നത്. 78 അതും എന്നൊക്കെ പറയുന്നത് ഇത് ഫിനോമിനൽ അന്നത്തെ സ്കോർ ആണ്. ടൈമിൽ സത്യം പറഞ്ഞ 78 എനിക്ക് ഇന്ത്യയിലാണ് കിട്ടിയത്. ഓക്കെ, അന്ന് ഞങ്ങളുടെ ബാച്ചിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡന്റ്, ഓക്കെ, അവൻ 60 സംതിങ് എങ്ങാണ്ടാ കിട്ടിയത്. അവൻ പക്ഷെ ഖത്തറിലാണ് ഫസ്റ്റ് റാങ്ക് ആയിരുന്നത്. നാഷണൽ റാങ്ക് ആയിരുന്നു അല്ലെ? നാഷണൽ റാങ്ക് ആയിരുന്നു അത്. ഓക്കെ, പക്ഷെ ഇന്ത്യയിൽ അത് അതിനേക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞില്ല, ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അന്ന് അവിടുത്തെ ഒന്നോ രണ്ടാമത്തെയോ മാർക്ക്, അതായത് നമ്മൾ അന്ന് സ്റ്റുഡൻസിന്റെ റാങ്കിങ് നോക്കുന്ന സമയത്ത് അവരുടെ ഒന്നോ ഇടയിൽ രണ്ടാമത്തെയോ മാർക്കാണ് ഈ 78 എന്നൊക്കെ പറയുന്നത്. അങ്ങനെ 78 ആണ് ടാക്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. യാ, അങ്ങനെ. യാ, സോ സോ യാ, നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ഫൈനലി ACCA പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോടായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയണ്ട, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് ACCA പഠിക്കാൻ വരുന്നവരോട് മാത്രമല്ല, എല്ലാ പ്രൊഫഷണൽ കോഴ്സും എടുക്കാൻ വരുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളുടെ പാഷൻ എന്താ നോക്കുക. നിങ്ങളുടെ നിങ്ങളുടെ ലൈക്ക് ചിലവർക്ക് അക്കൗണ്ടിങ് ചെയ്യുന്നത് താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ, വെറുതെ സാലറി കണ്ടിട്ട് വരരുത്. ഏത് ഫീൽഡിലാണെങ്കിലും നിങ്ങളുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സാലറി കിട്ടും. ഓക്കെ, യെസ്. അപ്പോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഇതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഇത് കഴിഞ്ഞാൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ പാഷൻ എവിടെയാണെന്ന് നോക്കുക. എന്നിട്ട് മാത്രം ഒരു കോഴ്സ് ചൂസ് ചെയ്യുക. അല്ലാണ്ട് വെറുതെ ഒരു സാലറി കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, നമ്മൾ ആ ഒരു ക്വാളിഫിക്കേഷന്റെ വാല്യൂ കണ്ടിട്ടോ നിങ്ങൾ എടുക്കരുത്. സത്യം പറഞ്ഞാൽ കാൻഡിഡേറ്റ്. എൻഡ് ഓഫ് ദ ഡേ ജോബിന് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷനേക്കാൾ വാല്യൂ നിങ്ങളുടെ എക്സ്പെർട്ടൈസിനും നിങ്ങൾക്കാണ് വാല്യൂ വരിക. ഓക്കെ, അപ്പൊ അതെ. നിങ്ങൾക്ക് ആ ഒരു എക്സ്പെർട്ടൈസ്, നിങ്ങളിപ്പോ ഒരു ക്വാളിഫിക്കേഷൻ എടുക്കുകയാണ്, അപ്പൊ നിങ്ങൾ ACCA ചൂസ് ചെയ്തു, നിങ്ങൾക്ക് ജോബിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൽ കാര്യമില്ലല്ലോ. ഓക്കെ, അതെ. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ എപ്പോഴും ചൂസ് ചെയ്യാം, മോർ ദാൻ അഡ്വർടൈസ്മെന്റ്സ് ആൻഡ് ഓൾ. അപ്പൊ നിങ്ങൾക്ക് ജോബിൽ കയറിയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്കില്ലുകൾ തെളിയിക്കാൻ പറ്റും, നിങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ തന്നെ ഇൻക്രിമെന്റ് വരുമെന്നേ. അപ്പൊ തന്നെ നല്ല ഇൻക്രിമെന്റും കാര്യങ്ങളും വരും. നിങ്ങളുടെ സാലറി ഈ പറഞ്ഞതിനേക്കാൾ ചിലപ്പോൾ കൂടുതൽ കിട്ടും. നിങ്ങൾക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനും ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾ നോക്കിയിട്ട് എപ്പോഴും കോഴ്സുകൾ ചൂസ് ചെയ്യാം. ഓക്കെ, Okay, that's it. Well, thank you, Ansar, for this wonderful session. യാ, അപ്പം ഓക്കെ, നമ്മുടെ വ്യൂവേഴ്സ് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പിന്നീട് ഫ്യൂച്ചറിൽ ഇരിക്കാവുന്നതാണ്. ഓക്കെ, ഓക്കെ. ഓക്കെ. സന്തോഷമാണ് അതിന്. ഓക്കെ, യാ, ഓക്കെ, ബൈ. ബൈ.